പോലീസിന്റെ റിപ്പോർട്ട് പോലീസ് കൊടുക്കും. മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമത്തിന്റെ രീതിയിൽ നടക്കും. ആ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. കാലവർഷം വന്നു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലാണ്. ഇത് നേരത്തെ തന്നെ ഇതിനെപ്പറ്റി ഒരു ആലോചന നടത്തേണ്ടതാണ്. ആലോചന നടത്തിയതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് 1.5 മാസം മുമ്പ് തന്നെ പല ഡ്രെയിനുകളും വൃത്തിയാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇനിയും ഇതൊരു തുടർ പ്രക്രിയ, ഒരു നന്നായിട്ട് ഇത് പരിഹരിക്കപ്പെടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരണം, മന്ത്രിതലത്തിലും കോർപ്പറേഷൻ തലത്തിലും യോഗം ചേരണം, ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു കളക്റ്റീവ് ഒരു എഫർട്ടിലൂടെ എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുവാനുള്ള കാര്യങ്ങളാണ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരും വിവിധ ഡിപ്പാർട്ട്മെന്റും ചേർന്നുകൊണ്ട് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല റിസൾട്ട് സമൂഹത്തിന് പ്രതീക്ഷിക്കാം. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശാശ്വത പരിഹാര നടപടിയായിരുന്നു ഓപ്പറേഷൻ അനന്ത. കിഴക്കേക്കോട്ടയിൽ ഒരു പ്രത്യേക സ്ഥാപനത്തിന് മുന്നിലെത്തിയപ്പോഴാണ് അത് അവസാനിച്ചത്. അത് പുനരാരംഭിക്കുമോ? അതല്ല എങ്കിൽ അക്കാര്യങ്ങൾ ആ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നയമായിരുന്നു. അതിൽ നയം വ്യക്തമാക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. ഈ കോർപ്പറേഷൻ കൗൺസിലർ സുഗതനെതിരെ കാപ്പ് ചുമതല ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തിലോട്ട് വരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? KSRTC-യുമായിട്ട് ബന്ധപ്പെട്ട് KSRTC-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക ചർച്ച ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് നടത്തി. വരും ദിവസങ്ങളിൽ അവരിപ്പോൾ ഒരു വലിയൊരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. ഗവൺമെന്റ് ഒരു വാഗ്ദാനം നടപ്പിലാക്കാനുള്ള ഒരു പ്രക്രിയ ഏർപ്പെട്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ചർച്ച തുടരും. ഞങ്ങൾ ഇന്ന് പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടത്തി. ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് പ്രാഥമിക ചർച്ചകൾ നടത്തി. അപ്പോൾ അതിന്റെ തുടർ ചർച്ചകൾ KSRTC-യും ഗതാഗത വകുപ്പ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഗവൺമെന്റ് ഒരു അവർ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ചില കൂടിയാലോചനകളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ചർച്ചകൾ തുടരും. കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കാര്യമാണ്. പ്രധാനപ്പെട്ട കൗൺസിലറാണ്. നേരത്തെ തന്നെ കാപ്പ കേസ് ഉണ്ടായിരുന്ന ആളാണ്. ഇദ്ദേഹത്തെ വെടിവെച്ച് പിടിച്ചതിൽ തെറ്റില്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. അങ്ങ് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തതെന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ റിപ്പോർട്ട് പോലീസ് കൊടുക്കും. മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. 2023 25 സുഗതൻ കാപ്പ കേസിലെ പ്രതിയാണ്. അക്കാര്യങ്ങളിലൊക്കെ ഇന്നലെ ക്ലിയർ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അങ്ങനെ ഒരു പ്രതി അങ്ങയുടെ കൗൺസിൽ ഭരണസമിതിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? അത് അങ്ങ് ആലോചിക്കട്ടെ. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമത്തിന്റെ രീതിയിൽ നടക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ. ഒരു വിഷയത്തിൽ 2 തവണ ഡൽഹിയിലും തിരുവനന്തപുരത്തും മാധ്യമപ്രവർത്തകരെ കണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി സിറ്റുവേഷൻ മാറട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പ്രതികരിക്കുക ഈ വിഷയത്തിൽ. അല്ല, ഡബിൾ കാപ്പ് അല്ല ട്രിപ്പിൾ കാപ്പ് ആണെങ്കിൽ സുഗതൻ ഭരണസമിതിയിൽ ഉണ്ടാകുന്നതാണോ? രാജി ആവശ്യപ്പെട്ട് ഇപ്പോൾ നഗരസഭയുടെ മുമ്പിൽ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കും. പിന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കും. ആ വിഷയം കഴിഞ്ഞു. ആ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിനകത്തൊരു മോശ സന്ദേശമല്ലേ കൊടുക്കുക? അതെ, എല്ലാ അതിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഡൽഹിയിൽ ഒരു 40 മിനിറ്റും തിരുവനന്തപുരത്ത് നിങ്ങൾ ആവശ്യപ്പെട്ട സമയം ഇന്നലെ ഈ വിഷയത്തിന് വേണ്ടി മാത്രം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായി നേരിടും. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ സാഹചര്യങ്ങൾ നടപടി എടുക്കേണ്ടതില്ല എന്നാണ് ഞാനൊന്ന് പറയട്ടെ. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് സംസാരിച്ച് പിരിയുമ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സാഹചര്യത്തിൽ വ്യത്യാസം വരുമ്പോഴേക്കും ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനൊന്ന് പറയട്ടെ. ഇന്ന് വന്നത് മന്ത്രിമാരുമായിട്ട് നഗരത്തിലെ 2 കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് KSRTC-യുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുമാണ്. അത് കഴിഞ്ഞു. അത് നിങ്ങളോടും പറഞ്ഞു. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ 2 തവണ ഒരു വിഷയത്തിൽ നിങ്ങളെ കണ്ട് അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാഹചര്യം മാറട്ടെ. മാറുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.